ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോബാറിലെ ഒരു അറബികളുടെ തലപ്പാവ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ്, ഒരു ഷോപ്പിലാണ്. അതായത് അവരിടുന്ന ആ തലയിലിടുന്ന തുണിയുടെ മുകളിലിടുന്ന ഒരു റിങ് ഉണ്ടല്ലോ, അതിന് അകൽ എന്നാണ് പറയുന്നത്. അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അതെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെയാണ് അകൽ നിർമ്മിക്കുന്ന ഒരു രീതി. അതായത് ഇവർ മെഷീനിൽ നിർമ്മിക്കുന്നുണ്ട്, കൈകൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. രണ്ടറ്റത്തും ഓരോ മോട്ടർ ഘടിപ്പിച്ച നീളത്തിലുള്ളൊരു മെഷീനാണിത്. അതിലിതുപോലെ അതിൻ്റെ രണ്ടറ്റത്തുള്ളൊരു ഹുക്കിൽ ഇതുപോലെ ചരട് അവർ ടൈറ്റ് ചെയ്ത് അത് ലോക്ക് ചെയ്ത് വെക്കുന്നു. അത്യാവശ്യം വണ്ണത്തിലുള്ളൊരു ചരടാണിത്. ഈ ചരടൊക്കെ വരുന്നത് സിറിയയിൽ നിന്നാണ്. അതായത് മെഷീനിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അകലിൻ്റെ ത്രെഡ് വരുന്നത് സിറിയയിൽ നിന്നാണ്. ഇവർ കൈകൊണ്ട് നിർമ്മിക്കുന്ന അകലൊക്കെ അതിൻ്റെയൊക്കെ ത്രെഡ് ജർമ്മനിയിൽ നിന്നാണ്. അതായത് അത് കുറച്ച് വില കൂടിയ ചരടാണ്. ശേഷം ഇവരിതിങ്ങനെ കുറച്ച് ലോക്കാക്കി നല്ലപോലെ ടൈറ്റാക്കി വെക്കുന്നുണ്ട്. ഇതാണ് ഈ മെഷീൻ. ഏകദേശം 1.5 മീറ്ററോളം ഈ ഒരു അകലിൻ്റെ നീളം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അവരൊരു കുറച്ച് തിളക്കമുള്ള ഒരു ചരട് അതിനെ ക്രോസ് ചെയ്ത് അവർ കവർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു സൈഡിൽ അവർ ലോക്കാക്കി ശേഷം അവരിനി മെഷീൻ ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് അതിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെയാണ് എൻ്റെ ഇത് വരുന്നത്. അതായത് മെഷീനിൽ ഒരു അകല് നിർമ്മിക്കാൻ ഏകദേശം ഒരു 10 മിനിറ്റ് അത്രേ സമയം എടുക്കുന്നുള്ളൂ. പക്ഷേ കൈകൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഒരു 2 മണിക്കൂർ 3 മണിക്കൂറോളം മിനിമം വരുന്നുണ്ട് ഒരു നോർമൽ അകല്. ഈ പുറത്ത് ക്രോസ് ചെയ്ത് കവർ ചെയ്യുന്ന ഈ ഒരു ത്രെഡ് അത്യാവശ്യം മിനുസുള്ളൊരു ത്രെഡാണ്. അതായത് ഷൈനിങ് ഉള്ളൊരു ത്രെഡാണ്. അതിനെ അവരോട് ലോക്ക് ചെയ്ത് ഈ സാധനം പുറത്തെടുക്കുമ്പോൾ ഏകദേശം ഒരു വടി പോലെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നല്ല ബലത്തോടു കൂടിയാണ് അത്രയും ടൈറ്റ് ആക്കിയതുകൊണ്ട് ശരിക്കും ഒരു വടി പോലെയാണ് നിൽക്കുന്നത്. ലൂസാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാലൊരു അത്രയും സ്റ്റിഫായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടറ്റത്തെ ഹോളിൽ ഇതിലൂടെ ത്രെഡ് അത് വെച്ച് അവർ ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് അത് വരുന്നത്. ഇത് ഒരു ഹാൻഡ് മെയ്ഡ് അകലാണ്. ഇതിൻ്റെ ത്രെഡ് ജർമ്മൻ മെയ്ഡാണ്. ഈ അകലിന് ഏകദേശം 350 റിയാൽ, അതായത് നാട്ടിലെ ഏകദേശം 7500 രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട്. അതൊന്ന് ത്രെഡിൻ്റെ ക്വാളിറ്റി, പിന്നെ ഇത് കൈകൊണ്ട് നിർമ്മിച്ചതാണ്. ഈ 2 കാരണം കൊണ്ടാണ് ഇത്രയും വില വരുന്നത്. ഇവിടെ ഏകദേശം 50 റിയാൽ തൊട്ട്, അതായത് നാട്ടിൽ 1100 തൊട്ട് ഏകദേശം 350 റിയാൽ, 7500 രൂപ നാട്ടിൽ, അത്രയും വരുന്ന അകലുകളുണ്ട് നോർമലായിട്ട്. ഈ മരത്തടിയിലാണ് ഇതിൻ്റെ ഓരോരുത്തരുടെ തലയ്ക്ക് സൈസിനനുസരിച്ച് അതിൻ്റെ ഇത് ശരിയാക്കുന്നത്. ഈ കാണുന്നതൊക്കെ മെഷീനിൽ നിർമ്മിച്ച അകലാണ്. ഇത് 50 റിയാൽ വരുന്നതാണ്. അതായത് നാട്ടിൽ 1100 രൂപ. അതായത് ഇത് മെയ്ഡ് ഇൻ സിറിയയിൽ നിന്ന് വരുന്നുള്ള ത്രെഡ് കൊണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജർമ്മനിയിൽ നിന്ന് വരുന്ന ആ ത്രെഡിനാണ് വില കൂടുതലെന്നാണ് ഇവർ പറയുന്നത്. അതാണ് ഇവർ കൈകൊണ്ട് നിർമ്മിക്കുന്ന അകലുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ബോക്സുകളിലൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുള്ള അകലുകളാണ്. കാണുന്ന ബോക്സുകളൊക്കെ എല്ലാം പല പ്രൈസിലുള്ള അകലുകളാണ്.
ഈ കാണുന്നതൊക്കെ കൈകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അകലുകളാണ്. പക്ഷെ കൂടുതലും കറുത്ത കളറിലാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത്. പക്ഷേ ഇടയ്ക്കൊക്കെ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പല കളറിലുള്ളതും. അത് ഇവരുടെ എന്തെങ്കിലും ഒക്കേഷനുകളിലൊക്കെ വേണ്ടി ഉപയോഗിക്കാനുള്ളതായിരിക്കാം. പക്ഷെ കൂടുതലും കറുത്ത നിറത്തിലുള്ള അകലുകളാണ് അവിടെ ഉള്ളത്. ആളുകൾ വാങ്ങിക്കുന്നതും അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാളതാ പുതിയൊരു അകല അയാളിതാ സെറ്റ് ചെയ്തുകൊണ്ട് നോക്കുന്നു. അയാളുടെ തലയ്ക്കനുസരിച്ചുള്ള അളവ് ഇതവർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ മരത്തിൻ്റെ മുകളിലാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അയാളത് ഇട്ട് നോക്കിയപ്പോൾ അവർക്കത് ഫിറ്റാണോ നോക്കുകയാണ്. ഇങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അതിലിങ്ങനെ സോപ്പ് തേച്ചിട്ട് ശേഷം ഈ മരത്തിൽ ഇതുപോലെ ഇങ്ങനെ അടിച്ചടിച്ച് അവരുടെ ഓരോ ആളുകളുടെ തലയ്ക്കനുസരിച്ച് ഇതുപോലെ ഇതിങ്ങനെ അടിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ടും അനങ്ങില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം ത്രെഡ് തന്നെ പല സൈസിലും ഉണ്ട്. അത്യാവശ്യം ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്ററൊക്കെ വണ്ണം വരുന്ന ത്രെഡുകളാണ് ഇതൊക്കെ. അതുതന്നെ പല സൈസിലുള്ള ത്രെഡുകളുണ്ട്. 1/2 സെൻറ്റിമീറ്റർ, 3/4 സെൻറ്റിമീറ്ററൊക്കെ വണ്ണം വരുന്ന ത്രെഡുകളൊക്കെ ഉണ്ട്. अस्सलामुअलैकुम, मेरा नाम है अरशद, मैं पाकिस्तान से हूँ। ठीक है, ये जो काम है, ठीक है, ये मैंने इधर सीखा है। ठीक है, सऊदी अरब में मेरा 9 साल हुआ है। ठीक है, और ये जो काम है, ठीक है, ये सूर्या वाला लोग जो है ना, ये इस लोगों का काम है। ठीक है, और इसमें जो है ना, ये जो धागा होता है ये सूर्या का भी होता है और जर्मनी का भी होता है। ठीक है, और चाइना भी होता है, लेकिन जो अच्छा धागा होता है वो अल्मानी जर्मनी का होता है। और जो सूर्या का खैद, ये जो धागा होता है ना, ये 2 नंबर होता है, और जो जर्मनी वाला अल्मानी वाला होता है वो 1 नंबर होता है। अच्छा, ये अगल का प्राइस कैसा कैसा है? ये 50 से 350 तक है। मतलब 50 रियाल से? हाँ, 350 तक। और एक डिज़ाइन और है, वो 3000 रियाल का है। अच्छा, वो इधर है आपका, अभी आपका पास है? इस तरह सेम होता है, लेकिन ये नहीं है, ये सस्ता है। अच्छा, ये 100 रियाल का है। हाँ। और इस तरह होता है जो जर्मनी के खेत से बनता है। अच्छा, अभी है आपका पास है? हाँ, है। थोड़ा दिखाएगा? अहमद हाथीन आगालतानी, ये 3000 रियाल का है। ये जो किंग लोग होता है ना, वो पहनता है। ഈ പറയുന്നത് ഇത് 3000 റിയാലിൻ്റെയാണ്. അതായത് ഉദ്ദേശം നാട്ടിലെ ഏകദേശം 70,000 രൂപയ്ക്ക് അടുത്ത് വില വരുന്നതാണ് ഈ അകല്. ഇത് ഇവിടുത്തെ റോയൽ ഫാമിലിയൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇത് ഉപയോഗിക്കുന്നത് ജർമ്മനിയിൽ നിന്നുള്ള നൂലുകളാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ സോന അയക്കുക? नहीं, ये असली है। ये जो धागा होता है ना, ये 1 नंबर होता है। സ്വർണത്തിൻ്റെ നിറമുള്ള നൂലാണെന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് വില പറയുന്നത്. ഇതൊക്കെ മെയ്ഡ് ഇൻ ജർമ്മനിയാണ് ഈ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്. അതായത് ഇവിടുന്ന് 50 റിയാൽ തൊട്ടിട്ട് 350 റിയാൽ നോർമൽ ആയിട്ടുള്ള അകല് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ये जो है ना, ये वाला, ये 100 से 150 तक है। ये सस्ता है। ये सूर्या वाला बनता है। और ये जो है ना, ये हम इधर खुद बनाते हैं। अच्छा, ओके. അത് പറയുന്നത് ഇതിന്റെ നോർമൽ വെർഷനാണ്. ഇത് सूर्या में बनता है, मशीन पे बनता है, वो हैंडमेड है। मैं हाथ पे बनाता हूँ। ഓക്കെ ഓക്കെ. ഇത് സിറിയ എന്നുള്ള നൂലാണ്. ഇത് മെഷീനിൽ ഇതാക്കി വരുന്ന നൂലാണ്. നമ്മൾ നേരത്തെ കണ്ടത് ജർമ്മനിയിൽ നിന്ന് അതിൻ്റെ ഇത് വന്നിട്ട് ഇവർ ഇവിടെ തന്നെ മെടഞ്ഞ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ സാധനത്തിന് അത്ര പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ ഈ കയ്യിൽ വെച്ച് ഈ ചെയ്യുന്നതിനൊക്കെ ഇത് ഹാൻഡ് മെയ്ഡാണ്. जिस तरह ये हाथ में बनता है ना, അതുകൊണ്ടാണ് അത് വില കൂടുന്നതെന്നാണ് പറയുന്നത്. ഡിസൈനും ഇതിനൊക്കെ ഇത് ജർമ്മൻ മെയ്ഡ് നൂലുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. जो मशीन वाला काम होता है ना, वो सस्ता होता है। और जो हाथ में बनता है ना, ये वाला, ये महंगा होता है। അതായത് ഇവർ പറയുന്നത് ഇവിടെ മെഷീനിൽ നമ്മൾ കാണിച്ചത് ഉണ്ടാക്കുന്നത് വില കുറവാണ്. അതായത് അതാണ് 50 റിയാൽ തൊട്ട് 350 റിയാൽ വരെ. അതുപോലെ സിറിയയുടെ നൂലാണ് അതിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ ഹാൻഡ് മെയ്ഡ്, ഇത് ജർമ്മനിയുടെ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വില വരുന്നതെന്ന് പറയുന്നു. പിന്നെ ഈ ജർമ്മനിയുടെ ത്രെഡാണ് ഫസ്റ്റ് ക്ലാസ്.
ത്രെഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഒരു സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ മെഷീനിൽ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയുന്നുണ്ട്. 10 മിനിറ്റും വേണ്ട. ഇതൊക്കെ പുള്ളി ഇപ്പോൾ കൈകൊണ്ട് ചെയ്തു വെച്ചതാണ്. ये जब ये बनता है ना, उसके बाद ये इस तरह होता है, इसके ऊपर एक काम ये होता है, ये वाला ഇതിന്റെ ഒരു മെടഞ്ഞ അവസാനം ഇതുപോലെ पहले കെട്ടിടുന്നുണ്ട്. इस तरह बनता है ना, सही है. ആ उसके बाद इस तरह एक डिज़ाइन वाला बनाता है. ഓക്കെ. ഇങ്ങനെ ഇപ്പോൾ ഫൈനൽ ഇത് ഇങ്ങനെ വരിക. ഇങ്ങനെ ഇതാക്കിയതിന് ശേഷം ഇവരിങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ ചെയ്യുന്നുണ്ട്. കെട്ടിട്ട ഡിസൈൻ കണ്ടില്ലേ, അതൊക്കെ കൈ കൊണ്ട് ചെയ്യുന്നതാണ്. അവിടേക്കാണ് ഇവർക്ക് കൂടുതൽ വർക്ക് വരുന്നതെന്ന് പറയുന്നത്. फिर जब ये बनता है ना, ഓക്കെ फिर ये इसको जो है ना ऐसे घुमाता है, ठीक है. ഓക്കെ. इसको इस तरह करके ആ कालब पे डाल के हाँ। इसको जो है ना सैडो से मारता है ताकि ये नहीं खुलता बाद में. ഇവരിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ശേഷം ദാ ഈ ഒരു മരത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് ഈ സാധനം ടൈറ്റ് ചെയ്യുന്നത്. അതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ടും അനങ്ങില്ല എന്നാണ് പറയുന്നത്.